വൈദിക വിചാരം പോഡ്കാസ്റ്റിന്റെ ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിൻസെന്റ് വാര്യത്തച്ഛന്റെ പള്ളിയിലച്ചൻ എന്ന പുസ്തകത്തിന്റെ ഒന്നാമത്തെ ചാപ്റ്റർ തന്നെ പള്ളിയിലച്ചൻ എന്ന പേര് തന്നെയാണ്. ചെറുപ്പകാലത്ത് ഒരു കുഞ്ഞു പയ്യന് ദൈവവിളി കിട്ടുന്നത് മുതൽ അവൻ അച്ഛനായി, പിന്നീട് അവന്റെ വിശ്രമകാലം വരെയുള്ള അവന്റെ ജീവിതത്തെക്കുറിച്ച് വളരെ രസകരമായിട്ട് എന്നാൽ ഹൃദയബന്ധിതമായിട്ട് അർത്ഥങ്ങളൊക്കെ സഹിതം തന്നെ അച്ഛൻ ഈ പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഒത്തിരി സന്തോഷത്തോടു കൂടെയാണ് വായിച്ചു തീർത്തത്. നിങ്ങളുടെ വീട്ടില് അച്ഛന്മാരുണ്ടോ? കാരണവരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, അപ്പനാകുമ്പോ അറിയാം അപ്പന്റെ വിഷമം എന്താണ്. പള്ളിയിലച്ചന്റെ കാര്യവും അങ്ങനെയൊക്കെ തന്നെയാണ്. പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് പള്ളിയിലച്ചൻ എന്ന ആദ്യത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. സമൂഹത്തിൽ ഈ പള്ളിയിലച്ചൻ ആരാണ്? പള്ളിയിലച്ചൻ ഒരു ഒറ്റയാൾ പട്ടാളമാണ്, ഏകാംഗ കോടതിയാണ്, പഴയ വഴികളുടെ സൗന്ദര്യം കാക്കുന്നയാളാണ്, പുതിയ വഴികൾ വെട്ടിയൊരുക്കുന്നയാളാണ്, പലർക്കും വഴികാട്ടിയാണ്, ചിലർക്കെങ്കിലും വഴികളുമാണ്. പള്ളിയിലച്ചനെ നിങ്ങൾക്ക് വെറുക്കാം, നിങ്ങൾക്ക് സ്നേഹിക്കാം, പക്ഷേ അവഗണിച്ച് മാറ്റി നിർത്താനാകില്ല. കാരണം അയാളുടെ നടവഴി നിങ്ങളുടെ നടവഴിയോട് ചേർന്ന് കിടക്കുന്നതാണ്. എപ്പോഴെങ്കിലും അയാൾ നിങ്ങളെയോ നിങ്ങൾ അയാളെയോ ഒക്കെ തൊട്ടിട്ടുണ്ട്. പള്ളിയിലച്ചന്റെ വേഷത്തിന് തന്നെ ഒരു ആകർഷകത്വം ഉണ്ടല്ലേ. നീണ്ടു വിശാലമായി കിടക്കുന്ന ആ വസ്ത്രം ഏതൊക്കെയോ കാൽപ്പനിക കഥാപാത്രങ്ങളെ ഓർമ്മപ്പെടുത്തും. അച്ഛന്റെ ലോഹയ്ക്കുള്ളിലെ നീണ്ട കീശയിൽ മിഠായിയോ കാശുരൂപമോ ഇനി കാശ് തന്നെയോ ആളുകൾ ചിലപ്പോഴൊക്കെ പ്രതീക്ഷിക്കാറുണ്ട്. അധ്യാപകനും ഉപദേശകനും ആശ്വാസദായകനും ഒക്കെയായി നടവഴിയോരത്തെവിടെയെങ്കിലും ഈ മനുഷ്യൻ നിന്നെരിഞ്ഞ് കത്തിപ്പടർന്നങ്ങനെ നിൽക്കുന്നുണ്ടാകും. പ്രധാനമായും നമ്മുടെ പള്ളിയിലച്ചൻ ബലിയർപ്പകനാണ്. ബലിവേദിയിലെ ബലിവസ്തുവും അയാൾ തന്നെയായി മാറാറുണ്ട്. താൽക്കാലികമായി ഹൃദയം വിഭജിക്കപ്പെട്ടു പോയാലും അയാൾ തിരികെ വരുന്നത് അൽത്താരയിലേക്ക് തന്നെയാണ്. തിരികെ വരുമ്പോൾ അയാൾ തോൺബേഡ്സ് എന്ന നോവലിലെ നായകനായ പള്ളിയിലച്ചൻ പറയുന്നത് പോലെ പറയും, പാതി ഹൃദയം ഞാൻ പ്രണയത്തിന് നൽകി, പാതി ഹൃദയം ദൈവത്തിനും. പക്ഷേ യഥാർത്ഥത്തിൽ ഞാനെന്റെ ഹൃദയം മുഴുവനായി അർപ്പിച്ചത് എന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായിട്ടാണ് എന്ന്. ഈ കുറ്റസമ്മതത്തോടെ തിരികെ വരുന്ന ഒരാൾ പിന്നെ ദൈവത്തിന്റെ അൾത്താരയിൽ മുൾച്ചെടി പക്ഷിയെ പോലെ നെഞ്ചു പിളർന്ന് പാടുകയാണ്. ഒരു നല്ല പള്ളിയിലച്ചൻ ദൈവത്തിന്റെ പാട്ടാണ്. പാട്ടുകാരനാകാൻ കൊതിച്ച് പാട്ടായി മാറുന്ന ഒരു സുഹൃത ജന്മം. ഹൃദയം കീറിമുറിച്ചും പാടേണ്ടയാളാണ് പള്ളിയിലച്ചൻ. എങ്ങും സമ്പൂജ്യനാണ് പൊതുവെ പള്ളിയിലച്ചൻ. പക്ഷേ പരിശീലന കാലം മുഴുവൻ പൂജ്യമാകാനാണ് അയാൾ പഠിക്കുക. പൗരോഹിത്യ വഴിയെ നടക്കുന്നവരെ ഏറെ സ്നേഹത്തോടെ വിശുദ്ധ ബെർണാഡ് വിളിച്ചത് വിശുദ്ധ വിഡ്ഢികൾ എന്നാണ്. ഹോളി ഫുൾസ്. ക്രിസ്തുവിൽ സ്വയം നഷ്ടപ്പെടുത്തുന്ന വിശുദ്ധ വിഡ്ഢിയാകുവാനുള്ള നിയോഗമാണ് അയാൾ പേർന്നത്. ഈ ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ വ്രതങ്ങളുടെ റോഡ്ലെസ് ട്രാവലിലൂടെ അയാൾ ഒറ്റയ്ക്ക് നടക്കും. ഫീസ്റ്റിംഗ് വിത്ത് ഓൾ ബട്ട് ഫാസ്റ്റിംഗ് എലോൺ എന്ന മട്ടിൽ. പുറത്തുള്ള ഓരോ ഒച്ചയും ലക്ഷ്യത്തിൽ നിന്ന് തന്നെ തെറ്റിക്കാതിരിക്കാൻ വേണ്ടി പള്ളിയിലച്ചൻ തപശ്ചര്യകളുടെ കനവഴിയിലൂടെ നടക്കേണ്ടതുണ്ട്. പള്ളിയിലച്ചൻ എടുക്കുന്ന വ്രതങ്ങൾ ഓരോന്നും തന്നിൽ ഏറ്റവും ബെസ്റ്റ് പുറത്തെടുക്കുവാൻ അയാൾ ഉപയോഗിക്കുന്ന മുള്ളുകളായിട്ട് മാറ്റപ്പെടുന്നു. സ്വയം കുത്തിമുറിച്ചാണ് അയാൾ ഏറ്റവും നല്ല പാട്ട് പാടുന്നത്. പൊതുവെ പള്ളിയിലച്ചൻ എല്ലാവർക്കും പ്രിയങ്കരനാണ്. അതിരുകളുടെയല്ല, അനന്തതയുടെ ഭാഗമാണ് അയാൾ. ഏത് മതക്കാരും ഏത് വിഭാഗക്കാരും ഏത് പ്രായക്കാരും പൊതുവെ പള്ളിയിലച്ചനെ ഇഷ്ടപ്പെടും. പക്ഷേ ആൾക്കൂട്ടത്തിൽ തനിയെ ആണ് അയാൾ മിക്കപ്പോഴും. എലോൺ വിത്ത് ദ എലോൺ എന്ന സുന്ദരമായ ഒരു അവസ്ഥയാണത്. ഇബ്സന്റെ നാടകത്തിൽ മലയുടെ ഉച്ചിയിലേക്ക് ആൾക്കൂട്ടത്തോടൊപ്പം പരിഹാര പ്രദക്ഷിണം നടത്തുന്ന പള്ളിയിലച്ചന്റെ ഒരു ചിത്രമുണ്ട്. താഴ്വാരത്തിലെ തടാകത്തിൽ മത്സ്യങ്ങളുടെ ചാകര എന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് തന്നെ ആൾക്കൂട്ടം അപ്രത്യക്ഷമായി. പാതി വഴിയിൽ പള്ളിയിലച്ചനും ക്രൂശിതനും കുരിശും മാത്രം. ആൾക്കൂട്ടം ഏതു നേരവും ഇല്ലാതാകാമെന്ന് പള്ളിയിലച്ചനെ നന്നായിട്ട് അറിയാം. എന്നാലും തുറന്ന കണ്ണുകളോടെ യേശുവിന്റെ രാജ്യം സ്വപ്നം കണ്ട് സ്വപ്ന സദൃശ്യങ്ങളായ ചുവടുകളോടെ അയാൾ മുന്നോട്ട് തന്നെ ഇങ്ങനെ നീങ്ങും. ഇടയ്ക്ക് കയ്യടികൾക്ക് കാതോർത്തും വരവേൽപ്പുകൾക്ക് കരൽ ചായച്ചും പ്രശംസാപത്രങ്ങൾക്കായി കൈനീട്ടിയും അയാൾ വഴിതെറ്റി നടന്നെന്നും വരാം. പക്ഷേ വീണ്ടും വിചാരത്തിന്റെ വെളിപാട് നേരത്ത് അയാൾ അഹ്റോനെ പോലെ ദൈവകൃപയിലേക്ക് മടങ്ങി വരും. ഇതുവരെ താൻ ഓടിയ ഓട്ടങ്ങളെല്ലാം ഓടേണ്ട ഓട്ടങ്ങളായിരുന്നോ ദൈവമേ എന്ന് അയാൾ അൾത്താരയ്ക്ക് മുമ്പിലിരുന്ന് ദൈവത്തോട് ചോദിക്കും. തന്റെ കാലിലൂടെ നടക്കാനേ തനിക്കാകുന്നുള്ളൂ എന്ന സങ്കട ചിന്തയാൽ അയാൾ ഉരുകി ഒലിക്കും. പിന്നെ അയാൾ ക്രിസ്തുവിലേക്ക് വീണ്ടും നടക്കും. വാതിലുകളേ ഇല്ലാത്ത വീടാണ് ക്രിസ്തു. ക്രിസ്തു പറയും, വരൂ എന്നെ ഭക്ഷിച്ച് ഞാനായി വളരുക. വീണ്ടും എഴുന്നേറ്റ് വീണവരെ താങ്ങിയും എഴുന്നേൽപ്പിച്ചും പള്ളിയിലച്ചൻ മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഹോർമലയിലേക്ക് അഹ്റോൻ നടത്തിയ അവസാന യാത്രയിൽ അയാളുടെ കണ്ണീർ കണങ്ങൾ താഴെ വീണ് വെളുത്ത പുഷ്പങ്ങളായി മാറിയതുപോലെ പള്ളിയിലച്ചന്റെ നടവഴികളിലും വെളുത്ത പൂക്കൾ വിരിഞ്ഞു നിറയും. പിന്നിലെ ആ പാതകൾ നോക്കി അയാൾ പറയും, സഫലമേ ഈ യാത്ര. മുന്നിലെ പാതയെ നോക്കി അയാൾ മന്ത്രിക്കും, നന്ദി ദൈവമേ, ഇതാ ഞാൻ. ആദ്യത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിൽ തട്ടിയോ എനിക്കെവിടെയൊക്കെയോ എന്തൊക്കെയോ തട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ അച്ഛന്മാരെ ഒന്ന് ചേർത്ത് പിടിക്കാം. കാരണം ആർക്കും സ്വന്തമാകാതെ എല്ലാവർക്കും സ്വന്തമാകേണ്ട ഒരു പള്ളിയിലച്ചനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ? നമുക്കും നമ്മുടെ വൈദികർക്ക് വേണ്ടി, സമർപ്പിതർക്ക് വേണ്ടി, സിസ്റ്റർമാർക്ക് വേണ്ടിയൊക്കെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കുടുംബ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുന്ന കാര്യം നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയണ്ടല്ലോ. നമുക്ക് പ്രാർത്ഥിച്ച് ശക്തിപ്പെടുത്താം. അടുത്ത അധ്യായവുമായി നമുക്ക് നാളെ കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ.